പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. JCNDSD അഥവാ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്കും ഇന്ന ദിവസം ഈ പാനലിൽ സന്നിഹിതരായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തി വന്നിരുന്ന ഡിസ്കഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായി യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞങ്ങൾ ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്നും ഞങ്ങൾ ദൈവസഭയെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനാണ് താല്പര്യപ്പെടുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനം ദൈവം ആത്മാവാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട വ്യക്തികളാണ് ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ളത് എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പള്ളി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് കുരിശും വലിയ മുഖവാരവും ഒക്കെയുള്ള വലിയ മന്ദിരങ്ങളാണ്. പള്ളി എന്ന് പറയുമ്പോഴേക്കും ആളുകൾ അറ്റ്ലീസ്റ്റ് മറ്റ് ജാതികൾ ചിന്തിക്കുന്നത് പള്ളി ഒരു കെട്ടിടമാണെന്നാണ്. എന്നാൽ സത്യത്തിൽ പള്ളി കെട്ടിടമല്ല, പള്ളി വിശ്വാസികളുടെ ഹൃദയമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചുള്ള ധാരാളം തെറ്റുകളും തെറ്റിദ്ധാരണകളും ആത്മീയ മണ്ഡലത്തിൽ ഉള്ളതുകൊണ്ട് ആ ചോദ്യങ്ങളെ ഓരോന്നിനെയും അവലംബമാക്കിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായി സഭയെ സംബന്ധിച്ച് പൊതുവിൽ ജനങ്ങളിടയിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു. ഇന്ന് രാത്രിയിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി എന്നോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ വിൽസൺ ബെഞ്ചമിൻ ദുബായിൽ നിന്നും, അതുപോലെ പാസ്റ്റർ എം ബേബി കൊട്ടാരക്കര നിന്നും, ബ്രദർ സൈമൺ കായംകുളത്ത് നിന്നുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മൂവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ബ്രദർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നും. സമയം വളരെ ലഘൂകരിച്ച് ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പാസ്റ്റർ ബേബി ഓൺലൈനിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തായാലും ബേബി പാസ്റ്റർ വരുമ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം നിൽക്കട്ടെ. ഞാൻ ബ്രദർ വിൽസനോടാണ് എന്റെ ചോദ്യം. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കത്തോലിക്കരാണ് അധികമായും പറഞ്ഞ് കേൾക്കാറുള്ളത്. കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ പോപ്പ് പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണെന്നും പത്രോസാണ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ പോപ്പ് എന്നും ഒരു കേൾവി നമ്മൾ കേൾക്കുന്നുണ്ട്. പൊതുവിൽ കത്തോലിക്കരുടെ എല്ലാം പൊതുവിലുള്ള ഒരു വിശ്വാസം അവരുടെ പോപ്പ് പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന ആളാണെന്നും ഒക്കെയാണ്. സത്യത്തിൽ പത്രോസിനൊരു സിംഹാസനം ഉണ്ടായിരുന്നു, ഇരിക്കാൻ ഒരു കസേരയെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓടി നടന്ന് അധ്വാനിച്ച് മാറി കൊടുക്കാൻ ഒരു തുണി പോലും ഇല്ലാതിരുന്ന ഒരാള് ഇന്ന് ഇപ്പോൾ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഗോഷ്ഠി കാണുമ്പോൾ ഇതും അതുമായിട്ട് അറ്റ്ലീസ്റ്റ് ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും ഈ ഇങ്ങനൊരു സംശയം പൊതുവിലെ കത്തോലിക്കരുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ഓഡിയൻസിൽ നേരിട്ട് അധികം കത്തോലിക്കരൊന്നും ഇല്ലെങ്കിലും യൂട്യൂബില് എങ്ങനെയും സംഗതി വെച്ചാൽ ആരെങ്കിലും ഒക്കെ കത്തോലിക്കർ ഇത് കാണാൻ ഇടയാവുകയാണെങ്കിൽ അവരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി ഈ വിഷയത്തെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാണ്, ഒന്ന് വ്യാഖ്യാനിച്ച് തരണമെന്ന് ഞാൻ ബ്രദർ വിൽസനോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. എല്ലാ വെളിപ്പാടുകൾക്കും ഉറവിടമായ കർത്താവായ യേശു ക്രിസ്തുവിന് സകല മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. ഈ ഒരു വിഷയത്തെ നമ്മൾ കൂടുതൽ ആത്മീയപരമായി പോലും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. വെറും ചരിത്രപരമായി പോയി നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്കറിയാം ഇതാകുന്നു ഏറ്റവും വലിയ കള്ളം എന്നുള്ള കാര്യം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ തുടക്കം എന്ന് പറയുമ്പോൾ അത് സ്നാനം എന്നാണ് എല്ലാ സഭകളും വിശ്വസിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഉടമ്പടി, ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ചെയ്യേണ്ട ഉടമ്പടി, അത് ഒരു സ്നാന ശുശ്രൂഷയിൽ കൂടെയാണ് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കാണുന്നു,
പത്രോസോ പൗലോസോ ഒരിക്കലും ഒരു ശിശുവിനെ സ്നാനം കഴിക്കുകയോ അല്ലെങ്കിൽ കഴിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ക്ലാസ്സോ കൺഫർമേഷന്റെ ഒരു സെറമണി നടത്തിയതായിട്ടോ നമ്മുടെ ബൈബിളിൽ ഇല്ല. നമുക്കറിയാൻ പറ്റും ഈ കൺഫർമേഷൻ എന്ന് വരുന്നത് നമ്മുടെ ഈ ജൂയിഷ് കൾച്ചറിനകത്ത് തന്നെ അവരെ ആദ്യം അവർക്ക് സർക്കംസിഷൻ അവർക്ക് ചെറുതായിരിക്കുമ്പോൾ സർക്കംസിഷൻ കൊടുക്കും ആൺപിള്ളേർക്ക്. എന്നിട്ട് 12 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് ബാർ മിത്സ്വ എന്ന് പറഞ്ഞിട്ടൊരു സെറമണി റിപ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം പഴയ നിയമത്തിലെ പൗരോഹിത്യം എടുത്തിട്ട് അവരുടെ സഭയില് പൗരോഹിത്യം ഉണ്ടാക്കുകയും പിന്നെ ഈ ജൂയിഷ് പൗരോഹിത്യത്തിന്റെ ഭാഗമായിരുന്ന ലേവി ഇത് അബ്രഹാമിന്റെ മക്കൾക്ക് എല്ലാം നൽകിയിരുന്ന പരിച്ഛേദനയുടെ സ്ഥലത്ത് ഒരു ശിശു സ്നാനത്തെ അവിടെ സ്ഥാപിച്ചു. പിന്നെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ബാർ മിത്സ്വ എന്നുള്ള ആ ഒരു സെറമണി ജൂയിഷ് സെറമണിയെ റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പൊ നമുക്ക് അറിയാം സ്നാനത്തിന്റെ വിഷയത്തിൽ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു പിതാവ് ഒരു ശിശുവിന്റെ പിതാവ് ആരെന്ന് ചോദിക്കണമെങ്കിൽ അതിന്റെ DNA നമ്മൾ ടെസ്റ്റ് ചെയ്തേ എന്ന് നമുക്ക് സയന്റിഫിക് ആൻസർ കിട്ടും. ഒരു ക്രിസ്ത്യന്റെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവന്റെ സ്നാനം ഏതായിരുന്നു എന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അവന്റെ DNA ഏതാണ്, അവൻ ശരിക്കും ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ചവനാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അവന്റെ സ്നാനം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് കടന്നു പോകേണ്ടത് ചില മറ്റേ ഈ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസസിലേക്കാണ്. അത് നമുക്ക് വെറും ഗൂഗിളിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ഞാനൊരു ചെറിയതായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇത് കാണിക്കുവാണ്. അപ്പോൾ സൈമൺ അതൊന്ന് എന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു ആദ്യം തന്നെ ഈ ഒരു കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ നമ്മൾ കാണുന്ന ഈ ഒരു ലിസ്റ്റ് ഓഫ് ബിഷപ്സ് ഇത് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് ഓഫ് ബിഷപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബിഷപ്പായിട്ട് ഇവിടെ കാണിക്കുന്നത് പത്രോസിനെ ബിഷപ്പായിട്ട് ഇവിടെ ആദ്യത്തെ പോപ്പായിട്ട് കാണിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പോപ്പ് 67 AD വരെ ജീവിച്ചു എന്നാണ് പറയുന്നത്. 32 മുതൽ 67 AD സാധാരണ രീതിയിൽ നമുക്കറിയാം ഒരു ബിഷപ്പ് സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഒരു ഗവൺമെന്റ് അതോറിറ്റിയും കൂടെ അതിനകത്തുണ്ട്. ഇപ്പൊ ബിഷപ്പ് ഓഫ് കാന്റർബറിയെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജാവും അതിന് അപ്രൂവൽ നൽകിയാൽ മാത്രമേ ബിഷപ്പ് ഓഫ് കാന്റർബറി ഇന്ന് ആംഗ്ലിക്കൻ സഭയുടെ ഏറ്റവും മുതിർന്ന ഒരു പോപ്പിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലാണ് എല്ലാം ഈ ബിഷപ്പന്മാരുടെ ഒരു മീറ്റിംഗ്, അവർക്കൊരു കോൺക്ലാവ് ഉണ്ട്. ആ കോൺക്ലാവ് അല്ലാതെ അവർക്കൊരു പൊളിറ്റിക്കൽ മാൻഡേറ്റും ഉണ്ട്. എല്ലാ ഇതുവരെ വന്ന പോപ്പുകൾക്കും ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റും ഉണ്ട്. നമുക്കറിയാം പത്രോസ് താമസിച്ചിരുന്നത് യെരുശലേമിലാണ്. 67 AD പത്രോസ് അവിടെ റോമി വന്നെന്നും അവിടെ പത്രോസിനെ നീറോഡ് ചക്രവർത്തിയുടെ അണ്ടറിൽ ക്രൂശിക്കപ്പെട്ടു എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉള്ള ചാരിത്ര യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. പിന്നെ ഈ പത്രോസ് കഴിഞ്ഞ് ഉള്ള ഇമ്മീഡിയറ്റ്ലി വരുന്ന ഈ ഒരു പേരുകൾ നമുക്ക് കണ്ടാൽ അറിയാം ഇവരാരും ജൂയിഷ് പേരുകളല്ല. ഇതെല്ലാം ജാതീയ പേരുകൾ തന്നെയാണ്. ഇതെല്ലാം റോമൻ ഒരു പേരുകൾ തന്നെയാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് സ്ഥാപിച്ച് ആക്കിയതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 315 to 335 എന്ന് പറയുമ്പോഴത്തേക്ക് സെന്റ് സിൽവെസ്റ്റർ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ പേര് കാണുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹമായിരിക്കണം ആദ്യത്തെ ബിഷപ്പ്. ബിക്കോസ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ആദ്യത്തെ ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചരിത്ര ഒരു സത്യമാണ്. ആ ഒരു ചരിത്രത്തില് ആ ഒരു ഇവന്റ് ഉണ്ടാകുകയും നമ്മുടെ നിഖ്യ ഒരു ഇവന്റ് ഉണ്ടാകുകയും അവിടെ
ആണ് ആദ്യമായിട്ട് സഭയ്ക്ക് അടിസ്ഥാനമായ പ്രമാണങ്ങളും സഭയ്ക്ക് ഏതൊക്കെ വിശ്വാസത്തിന്റെ ആ ഒരു ചൊല്ലുകളൊക്കെ വേണം എന്നുള്ള നിയമിക്കപ്പെടുന്ന ഒരു സമയവും ആ ഒരു നിഖ്യയുടെ സമയം മുതൽ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് കാണുന്നതെല്ലാം അവര് ഏതോ ചരിത്ര പുരുഷന്മാരെ എടുത്ത് അവിടെ സ്ഥാപിച്ചതാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടാൽ അറിയാം. ക്രൂസിഫിക്ഷൻ ഓഫ് സെന്റ് പീറ്റർ അവർ കാണിക്കുന്നുണ്ട് ഇവിടെ ബൈബിളിനകത്ത്. നമ്മൾ ഇപ്പം ഈ വെബിനകത്ത് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറിയാം. ഇവിടെ കാണിക്കുന്നുണ്ട് സെന്റ് പീറ്റർ വാസ് ക്രൂസിഫൈഡ് ഇൻ 1967 എന്നാ കാണിക്കുന്നത്. തിരിച്ച് ക്രോസിലിട്ടാണ് ക്രൂശിക്കപ്പെട്ടത്. പൗലോസും ആ സമയത്ത് തന്നെയാണ് പൗലോസിനെ ബിഹെഡ് ചെയ്യുന്നതും. 67 നീരോ ചക്രവർത്തി അവിടെ ഒരു വലിയ ഒരു പെർസിക്യൂഷൻ ക്രിസ്ത്യൻസിന്റെ അഗേൻസ്റ്റ് നടത്തിയെന്നുള്ളതും ചരിത്ര യാഥാർത്ഥ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ സീജ് ഓഫ് ജെറുസലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറുസലേമിനെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി റോമൻ ചക്രവർത്തി ചെയ്തു എന്നുള്ളത്. ടൈറ്റസ് എന്ന റോമൻ ചക്രവർത്തി 70 AD അല്ലെങ്കിൽ സി കോമൺ എറ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ചരിത്രത്തിലുള്ള ഒരു വലിയ സംഭവം, ദൈവം തൻ്റെ മക്കളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പലപ്പോഴും ഇസ്രായേലിൽ നിന്നും അവരെ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളെ കാണുന്നു എപ്പോഴും പുറത്തിറക്കുന്നത് അവരോട് കൂടെ നിൽക്കുന്ന ആൾക്കാരല്ല അവരെ പുറത്തിറക്കി വിടുന്നത്, ജാതീയ വിശ്വാസത്തിൽ നിന്നും കടന്നു വരുന്നവരാണ്. അപ്പൊ ബാബിലോണിൽ നിന്ന് വരുന്ന ആൾക്കാർ കാണും, പെർസിയ എന്ന് വരുന്ന ആൾക്കാർ കാണും. അതുപോലെ ദൈവത്തിന്റെ ശത്രുക്കളെ കൊണ്ടാണ് എപ്പോഴും ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. 70 AD സീജ് ഓഫ് ജെറുസലമില് ആ മൊത്തം ജെറുസലേമിനെ നശിപ്പിക്കുകയും അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുകയും ആ ഒരു ടെമ്പിളിനെ മൊത്തം നശിപ്പിക്കുകയും ചെയ്ത ഒരു പ്രവൃത്തി ചെയ്തവരാണ് ഈ റോമിലെ ചക്രവർത്തിമാര്. അപ്പം ഈ അവിടെ ഡേറ്റ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തിഷാ ബാവ് എന്നുള്ള മന്തില് ഓഗസ്റ്റ് 30 ഏകദേശം 70 AD റോമൻ ഫോഴ്സസ് ഓവർവെൽം ദ ഡിഫൻഡേഴ്സ് ആൻഡ് സെറ്റ് ഫയർ ടു ദ ടെമ്പിൾ. അപ്പം ഏതെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ളവർക്ക് എപ്പോഴെങ്കിലും ഒരു ഇസ്രായേലിന് അഗേൻസ്റ്റ് എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി, നമുക്ക് അതിനകത്ത് അതിന്റെ ഉത്തരം കിട്ടും. പക്ഷെ അന്ന് ഈ റോമിന് യഹൂദ വിശ്വാസത്തിലോ യഹൂദ വിശ്വാസത്തിന്റെ തുടർച്ചയായ ക്രിസ്തീയ വിശ്വാസത്തിലോ ഒരു ഇൻട്രസ്റ്റും കൊണ്ടാണ് അവിടെ വളരെ അധികം ക്രിസ്തീയ വിശ്വാസികൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ മൊത്തം യെരുശലേമിനെ നശിപ്പിക്കുന്ന ഈ ഒരു സീജ് ഓഫ് ജെറുസലേം എന്ന ചരിത്ര ഒരു ഇവന്റ് അവിടെ നടക്കുന്നത് നമ്മൾ കാണും. പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പം നമ്മൾ കാണുന്നത് പോൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോമിൽ ആദ്യമായിട്ട് 60 AD പോയിട്ട് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 28 മുതൽ 16 28ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യത്തിൽ പറയുന്നത് റോമിൽ ആദ്യം കടന്നു പോകുന്നത് പൗലോസ് ആണ്. അപ്പൊ ആരെങ്കിലും ആദ്യത്തെ ബിഷപ്പ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ ചിലപ്പം പോളിനെ ചിലപ്പം പറയാൻ പറ്റുമായിരിക്കും. പിന്നെ റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് തന്നെ അതിന്റെ 11ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തോലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലും എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത് ദൈവം പൗലോസിനെ നിയമിച്ചത് ജാതികളുടെ അപ്പോസ്തോലനായിട്ടാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഈ പത്രോസ് റോമിൽ പോയിട്ട് ഒരു ശുശ്രൂഷ അവിടെ നടത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനം റോമിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചരിത്രത്തിലും കാണുന്നില്ല, വചനത്തിലും കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ യെരുശലേമിൽ ഇരുന്ന പത്രോസ് അവർക്ക് പോപ്പായി തീർന്ന എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഒരു ഇതുമില്ല.
അത് അവര് വെറും ഒരു സ്റ്റോറി ആയിട്ട് ആ ഒരു പത്രോസ് ആദ്യം കർത്താവ് അവനെ ഒരു പാറയെന്ന് വിളിക്കുകയും അവനെ ഒരു സഭയുടെ ആദ്യത്തെ അപ്പോസ്തോലൻ, ഒരു ആദ്യത്തെ ആ ഒരു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യത്തെ ആ ഒരു ശുശ്രൂഷ ചെയ്യുന്നു, ആദ്യത്തെ എന്തൊരു പറഞ്ഞ ഗോസ്പലിന്റെ ഒരു ഫുൾനെസ്സിനെ അറിയിക്കുന്ന ആദ്യത്തെ ഒരു സുവിശേഷ പ്രസംഗമാണ് പത്രോസിന്റെ. അപ്പൊ അതിന്റെ ബേസിസിൽ അവര് പത്രോസിനെ എടുത്തൊരു ക്യാരക്ടറായിട്ട് പോപ്പിന്റെ ഒരു കസേര കൊണ്ട് ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കഥ മാത്രമാണ്, അല്ലാതെ അതിനകത്ത് ഒരു സത്യവും ഇല്ല. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തെ മാനിക്കാത്ത ഒരുവരും ഉറപ്പിക്കാം. താങ്ക് യു. എക്സാക്ട്ലി, വളരെ കൃത്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ചരിത്രപരമായും ബൈബിളിന്റെ അടിസ്ഥാനത്തിലും വളരെ വ്യക്തമാക്കി ആ കാര്യത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധനായ ദൈവവും അശുദ്ധനായ മനുഷ്യനും തമ്മിൽ ഒരിക്കലും ചേരാൻ കഴിയാത്തതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോട് ഐക്യപ്പെട്ട് നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നാം ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് വരുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ക്രിസ്തുവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വരുള്ളൂ. അപ്പൊ പത്രോസ് പ്രസംഗിച്ചതും പിന്നീട് ശേഷം വന്ന അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും നടത്തിയതുമായ ആ സത്യസ്നാനത്തെ അംഗീകരിക്കാതെ ഒരു പാരമ്പര്യവും ഏതെങ്കിലും ഒരു ചർച്ചിന് അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നൊരു കാര്യം, ഈ റോമൻ ലെറ്റേഴ്സില് പോപ്പിനെ കുറിച്ച് വികാർ ഓഫ് ഫില്ലീതി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പകരക്കാരൻ എന്നാണ് അവര് പറയുന്നത്. അല്ലാതെ പത്രോസിനെ പോലും അവര് പോപ്പിന് ഇട്ടിരിക്കുന്ന പേര് ക്രിസ്തുവിന്റെ പകരക്കാരൻ എന്നാണ്. എന്ന് ക്രിസ്തു അവിടെ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആളെന്നുള്ളതാണ്. അപ്പൊ പത്രോസ് പോലും ക്രിസ്തുവിന്റെ പകരക്കാരനായിരുന്നില്ല. ക്രിസ്തുവിന്റെ അപ്പസ്തോലത്വം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലാതെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്തോ പത്രോസോ അപ്പസ്തോലന്മാർ ആരും വന്നിട്ടില്ല. അപ്പം വികാർ ഓഫ് ഫില്ലീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇന്ന് ക്രിസ്തു ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹമാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പരിശുദ്ധ പിതാവ് എന്ന് അവരൊരു പദവി കൊടുത്തിരിക്കുന്നത്. അതും തികച്ചും ബൈബിളിന് വിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ രാത്രിയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഏതാണ്ട് അപ്പോസ്തലനായ പത്രോസിന്റെ കാലഘട്ടത്തിന് ശേഷം റോമിൽ നിന്നും ആരംഭിക്കപ്പെട്ട ഈ സഭയും നിങ്ങൾ പറയുന്ന ഈ കത്തോലിക്ക സഭയും തമ്മിൽ ഒരു 2.5 നൂറ്റാണ്ടിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ 2.5 നൂറ്റാണ്ട് ഗ്യാപ്പിൽ ആരംഭിക്കപ്പെട്ട റോമൻ ചർച്ചും ജെറുസലേമിൽ ആരംഭിക്കപ്പെട്ട ചർച്ചും എക്സാക്ട്ലി പാരലൽസ് ആണ്. ഒരിക്കലും എവിടെയും തമ്മിൽ ഇതിനൊരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. ആ ഒരു ചർച്ച്, ക്രിസ്തീയ സഭ ആ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ഒരു പാരലൽ ചർച്ച് സംവിധാനമാണ് റോമിൽ നിന്നും ആരംഭിക്കപ്പെട്ട കാത്തലിക് ചർച്ച്. ഈ ചർച്ചിന് ഒരിക്കലും ഒരു കണക്ഷൻ ശരിയായിട്ടുള്ള ക്രിസ്തു സഭയുമായിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ കഴിയുന്നതുമല്ല. മാത്രമല്ല, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവരുടെ തൊപ്പിയിൽ ഒരു റോമൻ ലെറ്റർ ഉണ്ട്. ആ റോമൻ ലെറ്റർ അതിന്റെ ഇംഗ്ലീഷ് ലെറ്ററുകളുടെ താഴെ എഴുതി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വാല്യൂ 666 എന്നാണ് വരുന്നതാണ്. അപ്പൊ ആദ്യ കാലങ്ങളിൽ ചില പെന്റക്കോസ്റ്റ് പാസ്റ്റർമാരൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങളൊക്കെ എഴുതി പഠിച്ച കടലാസുകളൊക്കെ ഉണ്ട്. അതിൽ നോക്കുമ്പോൾ അവരുടെ തൊപ്പിയിലിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 666. അപ്പോഴാണ് എക്സാക്ട്ലി ഇവര് ക്രിസ്തുവിന്റെ സ്ഥാനം അവകാശപ്പെട്ട് വരുന്ന ആന്റി ക്രൈസ്റ്റിനെ അവർക്ക് റെപ്രസെന്റ് ചെയ്യാനും കഴിയുള്ളൂ. ഇതാണ് വസ്തുത. ഞങ്ങളുടെ കത്തോലിക്ക സഹോദരന്മാര് ഈ വസ്തുത ഒന്ന് പരിശോധിക്കണം എന്ന് നിങ്ങൾ അന്ധമായി നിങ്ങളുടെ പോപ്പിനെ ദൈവതുല്യനായിട്ടും ദൈവത്തിന് പകരമായിട്ട് ക്രിസ്തുവിന് പകരമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് ഗുരുതരമായ ദൈവവചന ലംഘനമാണ് എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ചോദ്യം ബ്രദർ സൈമനോടാണ്. വളരെ ചരിത്രപരമായ ഒരു PPT പ്രസന്റേഷൻ കൂടി ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കർത്താവിന്റെ ദാസൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ബേബി പാസ്റ്റർക്ക് സാങ്കേതികമായ തകരാറുള്ളത് കൊണ്ട് ചോദ്യം അടുത്തതായി ചോദിക്കുന്നത് ബ്രദർ സൈമനോടാണ്. ആ ചോദ്യം എങ്ങനെയാണ്: സഭയ്ക്ക് പാപമോചനത്തിനുള്ള അധികാരം ഉണ്ടോ? എങ്ങനെയാണ് ആദ്യത്തെ സഭ പാപമോചനം നടത്തിയിരുന്നത്? ഇതാണ് ചോദ്യം. ഇന്ന് ഞാൻ ചോദിക്കാനുള്ള കാര്യം, ഇന്ന് പല സഭയും അവരുടെ പുരോഹിതന്മാര് കുമ്പസാരക്കൂട്ടിൽ കയറി ഇരുന്ന് നമ്മുടെ പാപങ്ങൾ അവരോട് ഏറ്റു പറയുമ്പോൾ അവർ ചില ക്രിയകളൊക്കെ ചെയ്യാൻ പറയും. ഇത്ര പ്രാർത്ഥന ചൊല്ലി
പിന്നെ കാഴ്ചവെക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പാപമോചനത്തിന്റെ ഒരു സൊല്യൂഷൻ ദൈവവചനത്തിലുണ്ടോ? നമ്മൾ കാണുന്ന ആദ്യത്തെ ക്രൈസ്തവ സഭ, യെരുസലേമിലുള്ള സഭ ഈ ഇങ്ങനെയുള്ള ഒരു പാപമോചന അധികാരം ഉപയോഗിച്ചിരുന്നോ? അങ്ങനെയെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന പാപമോചനത്തിന്റെ മെത്തേഡ് എന്തായിരുന്നു? അതാണോ ഇന്നും നിലവിലുള്ളത്? ഇതൊന്നും വ്യക്തമാക്കി തരാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. നമ്മൾ ഇന്ന് കാണുന്ന പ്രത്യേകിച്ച് കത്തോലിക്ക സഭയില് ഇങ്ങനെ പാപമോചനത്തിന് വേണ്ടിയുള്ള ചീട്ടെടുത്തിട്ട് പ്രീസ്റ്റിനോട് അവരുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പാപമോചനം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സഭകള് അത് കാശ് മുഖാന്തരം പാപമോചനത്തിന്റെ ചീട്ടെടുക്കാം, അങ്ങനെ പാപമോചനം കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അത് ശരി, വചനപ്രകാരം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുവേണ്ടി അടിസ്ഥാനമായിട്ട് എടുക്കുന്ന ഒരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 20:21 മുതൽ 23 ഇടയ്ക്ക് യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് ഈ അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അവരുടെ പാപം മോചിക്കപ്പെടും എന്നുള്ള ഒരു പോയിന്റ് പറയാം. പക്ഷെ അവിടെ ഇവർ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ആബ്സെൻസ് കാരണം ഇവർക്ക് മനസ്സിലാകാതെ പോയെന്ന് പറഞ്ഞാൽ അവിടെ യേശുക്രിസ്തു അവരിൽ ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ അവർക്ക് ഊതി കൊടുക്കുക. ഓക്കെ, ആ ഒരു പോയിന്റ് ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ അത് മനസ്സിലായിരുന്നെങ്കിൽ വേറെ വ്യക്തി ആക്കത്തില്ലല്ലോ. യേശു ഊതുമ്പോൾ കിട്ടുന്ന സാധനം ആ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് ഈ വചനം ഒന്ന് വായിക്കാം മനസ്സിലാക്കാൻ വേണ്ടി. സോ ജീസസ് സെഡ് ടു ദം again, peace to you, as the Father has sent me, I also send you. And when he said this, he breathed on them and said to them, receive the Holy Spirit. Okay, അപ്പൊ പരിശുദ്ധാത്മാവ് ലഭിച്ചാണ് ഈ അപ്പോസ്തലന്മാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, if you forgive the sins of any, they are forgiven them. If you retain the sin of any, they will be retained. അപ്പം പരിശുദ്ധാത്മാവ് കൊടുത്ത് പോയ അപ്പോസ്തലന്മാരായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ പാപം മോചിക്കപ്പെടാം, മോചിച്ചു കൊടുക്കാം, അവർക്ക് വേണമെങ്കിൽ പാപം റീറ്റെയിൻ ചെയ്യാം. പക്ഷെ അത് അവരിൽ പ്രവർത്തിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. അത് യേശുവാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന, അവർ ത്രൂ ചെയ്യുന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ വിചാരിക്കുന്ന പറഞ്ഞാൽ യേശുവിന്റെ റിപ്ലേസ്മെന്റ് ആയിട്ടാണല്ലോ ഈ പോപ്പന്മാരെയും ബിഷപ്പുമാരെ അവർ കരുതുന്നത്. അതുകൊണ്ട് അവര് വിചാരിക്കുന്നത് അവർക്ക് അങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ നോക്കും. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലൻ ആയ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 2:38 ഇതിന്റെ എങ്ങനെയാ പാപമോചനം കിട്ടുന്നെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ പീറ്റർ സെഡ് അൺടു ദെം റിപ്പന്റ്, ആദ്യമേ റിപ്പന്റ് ചെയ്യണം, ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവറി വൺ ഓഫ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, എന്നാൽ ആണ് ഈ പാപമോചനം കിട്ടുന്ന റെമിഷൻ ഓഫ് സിൻ ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ ഷാൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ഇത് മാൻഡറ്ററി ആണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചാലും നമുക്ക് പാപമോചനത്തിന്റെ ഒരു സൈനാണ്. അതാ നമ്മൾ കാണുന്ന അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് സ്നാനം കഴിക്കുന്നത് പറഞ്ഞാൽ അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ യേശു പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തതായിട്ട് നമ്മൾ വചനത്തിൽ കണ്ടു. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ കാണുന്ന പൗലോസ്, ഇത് ഒറ്റ വചനം മാത്രമല്ല, അവിടെ അനന്യാസ് പൗലോസിനോട് പറയുന്ന ഒരു വചനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22:16 ആൻഡ് നൗ വൈ ആർ യു വെയിറ്റിംഗ്. അപ്പൊ പത്രോസിനോട് ചോദിക്കുക, പൗലോസിനോട് ചോദിക്കുക, നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഓക്കെ, അറൈസ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് വാഷ് അവേ യുവർ സിൻസ്. അപ്പം സ്നാനപ്പെട്ടാലാണ് നമ്മളുടെ പാപമോചനം ഉണ്ടാവുന്നത്. എങ്ങനെ? കോളിംഗ് ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ്. അത് കർത്താവിന്റെ നാമം വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് നമുക്ക് പാപമോചനം ഉണ്ടാകുന്നത്. ഇതിനുവേണ്ടി വേറെ വചനങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പോസ്തല പ്രവൃത്തി 10:43 ടു ഹിം give all the prophet witness that through his name whosoever believe him shall receive the gift, shall receive the remission of sin. അപ്പം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത്, അത് ആരുടെ നാമമാണ്? അവന്റെ നാമം പിതാവിന്റെ നാമമാണ് വിശ്വസിച്ചുകൊണ്ട് ബിലീവ് ആൻഡ് ബാപ്റ്റൈസ്ഡ് ആണ് വിൽ ബി സേവ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തോ വിശ്വസിക്കുന്ന ആ നാമം, അവൻ പിതാവാന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയും അത് പിതാവിന്റെ നാമാന്നുള്ള കാര്യം അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് നമുക്ക് പാപമോചനം ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 4:12 നമ്മൾ വായിക്കുമ്പോൾ നീദർ ദെർ ഈസ് സാൽവേഷൻ ഇൻ എനി അതർ. വേറെ ഒരുത്തനിലും നമുക്ക് സാൽവേഷൻ ഇല്ല. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ പാപമോചനം,
നമുക്ക് സ്വർഗത്തിൽ എത്താനുള്ള അധികാരം നമുക്ക് പാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കില്ല. അപ്പൊ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ പാവമോചനം തന്നെയാണ്. ഓക്കെ, ഫോർ ദർ ഈസ് നൺ അതർ നെയിം അണ്ടർ ഹെവൻ ഗിവൻ അമംഗ് മെൻ വെയർ ബൈ വി മസ്റ്റ് ബി സേവ്. അപ്പം ഒരു പോപ്പിനോ ഒരു 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 ആൾക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ മാത്രമാണ് നമ്മളെ പാപത്തിന് മോചനം ഉള്ളത്. അതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന സഭയിലെ ആദ്യത്തെ, ഇപ്പൊ നമ്മൾ പ്രസന്റേഷൻ അതാണ്, സഭയിലെ ആദ്യത്തെ അപ്പോസ്തലന്മാർ. അപ്പൊ ഈ പത്രോസ് റോമിൽ പോയിട്ട് പോലും ഇല്ല. ആ പത്രോസിനെ കൊന്നവര് തന്നെ പത്രോസ് ആയിരുന്നു ആദ്യത്തെ പോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് സ്നാനം കൊടുക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം വിളിക്കാതെ ഇത് മാത്രം ചൊല്ലിക്കൊണ്ട് കൊടുക്കുന്ന അവർക്ക് പരിശുദ്ധാത്മാവും ലഭിച്ചിട്ടില്ല. അവർക്ക് പാപമോചനം ആർക്കും കൊടുക്കാനുള്ള ഒരു അധികാരം യേശു ക്രിസ്തു കൊടുത്തിട്ടില്ല. പിന്നെ അവര് ഇങ്ങനെ പറയുന്നു, ആൾക്കാരങ്ങനെ വിശ്വസിക്കുന്നു. അവർ മരിച്ച് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെവിടെ എത്തിയിരിക്കുന്നത്, അവരുടെ പാപം മോചനപ്പെട്ടിട്ടുണ്ടോ, അത് നരകത്തിലാണോ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ മനസ്സിലാക്കും. പക്ഷെ അതിന്റെ മുമ്പേ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപമോചനം ഇതുവരെ ആയിട്ടില്ല. എത്ര എളുപ്പം നിങ്ങൾ സ്നാനപ്പെടുക. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപം മോചിക്കപ്പെടും. നിങ്ങൾക്ക് ആരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു മധ്യസ്ഥനും ഇല്ല. നമുക്ക് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ നമ്മളുടെ ഏക മധ്യസ്ഥൻ. യേശു ക്രിസ്തുവിന്റെ നാമം ഏറ്റുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് ആൻസർ ചെയ്തു. മാത്രമല്ല ഇവിടെ ഈ പാപമോചനത്തിന് വേണ്ടി ഇവര് ഒരു കൺഫെഷൻ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസിനും പൗലോസിനൊന്നും ഇങ്ങനത്തെ പെട്ടിയും ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിനകത്ത് കയറിയിരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവരുടെ ബാപ്റ്റിസത്തിലാണ് ആക്ച്വലി ശരിയായിട്ടുള്ള ബിബ്ലിക്കൽ ബാപ്റ്റിസത്തിലാണ് കൺഫെഷൻ എങ്കിൽ ഇവര് തളിക്കൽ ബാപ്റ്റിസം ഉണ്ട്, പിന്നെ കൺഫെഷൻ ബോക്സും ഉണ്ട്. ഇത് രണ്ടിന്റെ ആവശ്യമില്ലല്ലോ. ഇവർക്ക് പാപമോചനത്തിന് വേണ്ടിയാണ് ഇവര് കുമ്പസാരക്കൂട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇവരുടെ സ്നാനം പാപമോചനത്തിനാണ് ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവര് ചെയ്യുന്ന കാര്യങ്ങളെ ഇവർ ശരിക്കും ഒരു ഇച്ചിരി നേരം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കോമഡി ആണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. ശരിക്കും മനസ്സിലാവേണ്ടതാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളൊന്നും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അവരോട് കൊച്ചുനാളി മോള് പറഞ്ഞേക്കുന്ന ആ കാര്യങ്ങൾ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് കറക്റ്റ് ആണെന്ന് വിചാരിച്ച് ഈ പറയുന്ന പോലെ തന്നെ ഇന്ന് നാസയിലായിരിക്കും ചിലപ്പം ഒരാൾ വർക്ക് ചെയ്യുന്നെങ്കിലും അത്രയും പഠിച്ചും വിവരമുള്ളെങ്കിലും അവന്റെ പിതാവ് പറഞ്ഞേക്കുന്ന കല്ലിനെ പൂജിക്കാനാണെങ്കിൽ അവൻ ഇപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളു. അതാണ് പ്രശ്നമുള്ളത്. അതെ അതെ അതെ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ പ്രസന്റേഷനിൽ കുറെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രദർ സൈമൺ വായിച്ച വചനങ്ങളൊക്കെ അധികവും ഇംഗ്ലീഷിൽ നിന്നായതുകൊണ്ട് നിങ്ങൾ ആ കൊട്ടേഷൻ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20 നിന്നും അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 10:43 നിന്നും 2:38 നിന്നും ഒക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അവിടെയെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 22:16 പറയുന്ന എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പാപമോചനത്തിന് വേണ്ടി കുമ്പസാരക്കൂടില്ല. പിന്നെ അച്ഛന്മാർക്ക് പാപമോചന അധികാരമില്ല. പാപമോചന അധികാരം വേണമെങ്കിൽ ആദ്യം പാപമോചനം അവര് പ്രാപിക്കണമെങ്കിൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ് പ്രസംഗിച്ച കാര്യം പള്ളിമേടെ ഇറങ്ങി ആ ഉടുപ്പ് ഊരി കളഞ്ഞ് സാധാരണ ലേമന്റെ വസ്ത്രം ധരിച്ചു വന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായിട്ട് സ്വീകരിക്കണം. പിന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു ദൈവദാസന്റെ മുമ്പാകെ വെള്ളത്തിൽ സ്നാനമേറ്റ് പിന്നെ ഒരു കൈവപ്പിനാൽ ആ ശുശ്രൂഷ ലഭിച്ചിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ പാപമോചന അധികാരമുണ്ട്. മറിച്ച് മറ്റേ പാപമോചന അധികാരം അത് വെറുതെ നിങ്ങളെ വിശ്വാസികളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്നും കൂടി നിങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി ഞങ്ങൾ ഈ പ്രസന്റേഷനിലൂടെ ഇന്നത്തെ ഈ ഡിസ്കഷനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കണം. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. കാരണം നമ്മളിവിടെ ജീവിച്ച അവസാനം നമ്മുടെ ശിക്ഷ വാങ്ങാൻ പോയിട്ട് നരകത്തിൽ പോകാൻ ഇടയാകരുത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ശരിയായ പാപമോചനം പ്രാപിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നമ്മൾ നരകത്തിൽ പോകും. കാരണം ഈ പുരോഹിതന്മാരോ ഈ കുമ്പസാരോ ഒന്നും നമ്മളെ ഒരിക്കലും രക്ഷിക്കത്തില്ല. നമ്മളെ രക്ഷിക്കുന്നത് ദൈവ വചനമാണ്. ആ വചനം അനുസരിച്ച് നിങ്ങളെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിലും അപ്പോസ്തലന്മാരുടെ നടപടി പ്രകാരമുള്ള സ്നാനം ഏറ്റെടുത്ത് നിങ്ങളെ പാപങ്ങളെ കഴുകിക്കളയണം. മറ്റ്
പാപമോചനത്തിന് വേറെ ഓപ്ഷൻസ് ബൈബിൾ കൊടുക്കപ്പെട്ടിട്ടില്ല. ബൈബിൾ ഇല്ലാത്തതൊന്നും ദൈവത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സാങ്കേതികമായ തകരാറുള്ളത് കൊണ്ട് ബേബി ബേബി പാസ്റ്റർ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, ബേബി പാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യം കൂടെ നമുക്ക് ഒന്ന് എടുക്കാം. ബേബി പാസ്റ്റർ ഉണ്ടോ? ഇടയ്ക്ക് മിന്നായ പോലെ കണ്ടു ഞാൻ. നമുക്ക് ഈ 2 ചോദ്യങ്ങൾ കൊണ്ട് ഇന്ന് അവസാനിപ്പിച്ചാലോ അതോ ഇനി നീട്ടണോ? ഇനി ബേബി പാസ്റ്ററിന്റെ ഇന്റർനെറ്റിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത് വെച്ച് അവസാനിപ്പിക്കാം. എന്തായാലും 40 മിനിറ്റ് ആയല്ലോ. ഇനിയിപ്പോ അടുത്ത ആഴ്ച നമുക്ക് ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ ഏതെങ്കിലും ഒരു സഭയുടെ മാർഗത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ ഏതെങ്കിലും ലോകപരമായ IPC ABCD സഭകളിലുള്ളവരല്ല. യഥാർത്ഥമായ ഒരു സഭ മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ സഭയാണ്. അതിന്റെ പേരാണ് ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന്. ആ ഒരു സഭ മാത്രമേ ദൈവത്തിന് അറിയാവുന്നുള്ളൂ. ബാക്കി കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലുള്ള ഒരു ബ്രാൻഡുകളും നിങ്ങളെ രക്ഷിക്കത്തില്ല. അവരെല്ലാവരും വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് യോജിക്കാത്തതും അവരുടെ പിതാക്കന്മാരെ അവർക്ക് കാണിച്ചു കൊടുത്തതുമായ കാര്യമാണ്. നമുക്ക് പിതാക്കന്മാരായി അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ. നമുക്ക് IPC ഫാദേഴ്സോ അസംബ്ലീസ് ഓഫ് ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ മെത്തഡിസ്റ്റ് ഫാദേഴ്സോ ലൂതറൻ ഫാദേഴ്സോ ഒന്നും നമുക്കില്ല. നമ്മുടെ ഫാദേഴ്സ് എല്ലാം അപ്പോസ്തോലിക് ഫാദേഴ്സ് ആണ്. അവരെ മാത്രമേ ദൈവത്തിന് അറിയുള്ളൂ. ആ ഉപദേശം പ്രമാണിച്ചാൽ ദൈവം നിങ്ങളെയും അറിയും. ഞങ്ങൾക്കും ലഭിച്ചതുപോലുള്ള ഈ ദൈവകൃപയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വ്യവസ്ഥ പ്രകാരമുള്ള പാപമോചനം പ്രാപിച്ച് യഥാർത്ഥ സത്യസഭയിൽ വീണ്ടും ജനനം പ്രാപിച്ച് അതിന്റെ ഭാഗമായി തീരാൻ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.